TLB's ബയോളജി ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ഹയർ സെക്കൻഡറി +2 സുവോളജി ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന ചാപ്റ്ററിലെ 7ാമത്തെ ഭാഗം വീഡിയോ ആണിത്. അവസാനത്തെ ഭാഗം വീഡിയോയുമാണ്. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് പ്രഗ്നൻസി ആൻഡ് എംബ്രിയോണിക് ഡെവലപ്മെന്റ് എന്ന ടോപ്പിക്കാണ്. ഇതിലാദ്യം നമുക്ക് കോറിയോണിക് വില്ലൈ എന്നൊരു ടേമിനെ പരിചയപ്പെടാം. ആഫ്റ്റർ ഇംപ്ലാന്റേഷൻ, finger-like projections appears on the trophoblast called chorionic villi, which are surrounded by the uterine tissue and maternal blood. എന്താ സംഭവം? ആഫ്റ്റർ ഇംപ്ലാന്റേഷന് വിധേയമായി കഴിഞ്ഞാൽ finger-like projections appears on the trophoblast. ബ്ലാസ്റ്റോസിസ്റ്റിന് 2 ലെയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഔട്ടർ ലെയറിനെയാണ് നമ്മൾ ട്രോഫോബ്ലാസ്റ്റ് എന്ന് വിളിക്കുന്നത്, ഇന്നർ ലെയറിനെയാണ് ഇന്നർ സെൽമാസ് എന്ന് വിളിക്കുന്നത്. ഈ ബ്ലാസ്റ്റോസിസ്റ്റിന്റെ ട്രോഫോബ്ലാസ്റ്റ് ലെയറിൽ, ഔട്ടർ ലെയറിൽ ചെറിയ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് അപ്പിയർ ചെയ്യും. ട്രോഫോബ്ലാസ്റ്റില് ചെറിയ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് അപ്പിയർ ചെയ്യും. ആ അപ്പിയർ ചെയ്യുന്ന പ്രൊജക്ഷൻസിനെ വിളിക്കുന്ന പേരാണ് കോറിയോണിക് വില്ലൈ. അതിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് ആര് ഫോം ചെയ്യും? യൂട്രൈൻ ടിഷ്യൂ വരും. അതുപോലെ മെറ്റേണൽ ബ്ലഡ് വെസൽസും വരും. ഇപ്പൊ ഇവിടെ കോറിയോണിക് വില്ലൈ ഫിഗറിൽ നമുക്കിവിടെ കാണാം. ചെറിയ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ട്രോഫോബ്ലാസ്റ്റ് ലെയറിൽ അപ്പിയർ ചെയ്യുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് കോറിയോണിക് വില്ലൈ. അപ്പൊ അതിനെ കവർ ചെയ്തുകൊണ്ട് ആര് ഫോം ചെയ്യും? യൂട്രൈൻ ടിഷ്യൂവും അതുപോലെ മെറ്റേണൽ ബ്ലഡ് വെസൽസും, അമ്മയുടെ ബ്ലഡ് വെസൽസും ഇതിനെ കവർ ചെയ്തുകൊണ്ട് ഫോം ചെയ്യും. The chorionic villi and uterine tissue become interdigitated with each other. അപ്പൊ ഇവിടെ ഈ ഒരു കോറിയോണിക് വില്ലയും അതുപോലെ തന്നെ യൂട്രൈൻ ടിഷ്യൂവും കൂടെ എന്ത് രീതിയിൽ ഫോം ചെയ്യും? ഇന്റർഡിജിറ്റേറ്റഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെ? വിരലുകൾ നമ്മൾ തങ്ങളിൽ കോർത്ത് പിടിച്ചിരിക്കുന്ന രീതിയിൽ, വിത്ത് ഈച്ച് അതർ. അപ്പൊ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബന്ധം അവിടെ സ്ഥാപിക്കപ്പെടുകയാണ്. ഫോം എ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ബിറ്റ്വീൻ ഡെവലപ്പിംഗ് എംബ്രിയോ ആൻഡ് മെറ്റേണൽ ബോഡി കാൾഡ് പ്ലാസന്റ. അങ്ങനെ ഫോം ചെയ്യുന്ന സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് പ്ലാസന്റ. അപ്പോ കുഞ്ഞിനും അമ്മയുമായിട്ടുള്ള ഒരു സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ കണക്ഷൻ ആയിട്ട് എന്ത് മാറുകയാണ്? ഈ പ്ലാസന്റ എന്ന് പറയുന്ന സ്ട്രക്ചർ മാറുകയാണ്. ദ കോറിയോണിക് വില്ലൈ and the uterine tissue become interdigitated with each other and jointly form a structural and functional unit between developing embryo and maternal body called placenta. അപ്പോൾ പ്ലാസന്റ എന്ന് പറഞ്ഞാൽ എന്താണ്? The structural and functional connection between mother and fetus. അമ്മയും കുഞ്ഞുമായിട്ടുള്ള ഒരു സ്ട്രക്ചറലും ഫങ്ഷണലുമായിട്ടുള്ള ഒരു കണക്ഷനാണ് പ്ലാസന്റ. The placenta facilitate the supply of oxygen and nutrients to the embryo. ഈ പ്ലാസന്റ വഴിയാണ് കുഞ്ഞിന് ആവശ്യത്തിനുള്ള ഓക്സിജനും മറ്റെല്ലാ പോഷക വസ്തുക്കളും കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് എത്തുന്നത്. ആൻഡ് ആൾസോ റിമൂവൽ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് എക്സ്ക്രീറ്ററി വേസ്റ്റ് മെറ്റീരിയൽസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ എംബ്രിയോ. കുഞ്ഞിന്റെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡും മറ്റു വേസ്റ്റ് മെറ്റീരിയൽസും കുഞ്ഞിന്റെ ശരീരത്തിൽ നിന്നും അമ്മയുടെ ശരീരത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതും ഏതുവഴിയാണ്? പ്ലാസന്റ വഴിയാണ്. The placenta is connected to the embryo through an umbilical cord. പൊക്കിൾ കൊടി എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഒരു പൊക്കിൾ കൊടി വഴിയാണ് കുഞ്ഞിനെ പ്ലാസന്റയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. The placenta is connected to the embryo through an umbilical cord. It helps in the transport of substance to and from the embryo. ഈ umbilical cord എന്ത് ചെയ്യുന്നു? അതൊരു ജസ്റ്റ് ഒരു കണക്ഷനാണ്. കുഞ്ഞിന്റെ ശരീരത്തിലേക്കും അമ്മയുടെ ശരീരത്തിലേക്കും തങ്ങളിലുള്ള ഒരു പൈപ്പ് കണക്ഷൻ പോലെ. ഇതുവഴിയാണ് പ്ലാസന്റയിൽ നിന്നും ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് എത്തുന്നത്. കുഞ്ഞിന്റെ ശരീരത്തിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡും മറ്റ് എക്സ്ക്രീറ്ററി വേസ്റ്റും ഒക്കെ പുറത്തേക്ക് പോകുന്നതും ഇതുവഴിയാണ്, അംബിലിക്കൽ കോഡ് വഴിയാണ്. എന്തൊക്കെയാണ്
പ്ലാസന്റയുടെ ഫംഗ്ഷൻ എന്ന് ചോദിച്ചാൽ പ്ലാസന്റ ആൾസോ ആക്ട് ആസ് ആൻ എൻഡോക്രൈൻ ടിഷ്യൂ. നേരത്തെ പറഞ്ഞത് കൂടാതെ ഇതെന്തുമായിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്, ഒരു എൻഡോക്രൈൻ ടിഷ്യൂ ആയിട്ട് കൂടെ ആക്ട് ചെയ്യുന്നുണ്ട്. സെവറൽ ഹോർമോൺസ് ലൈക്ക് HCG, ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ HCG, ഹ്യൂമൻ പ്ലാസന്റൽ ലാക്ടോജൻ or HPL, ഈസ്ട്രോജൻസ്, പ്രോജസ്റ്റോജൻസ്. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ പ്ലാസന്റ ന്യൂട്രീഷനും മറ്റുമൊക്കെ അങ്ങോട്ട് കൈമാറുന്നുണ്ട്. അതുപോലെ വേസ്റ്റ് ഇതിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡും മറ്റ് എക്സ്ക്രീറ്ററി വേസ്റ്റും ഒക്കെ റിമൂവ് ചെയ്യുന്നു. അതോടൊപ്പം പ്ലാസന്റ എന്ത് ചെയ്യുന്നുണ്ട്, കുറെ ഹോർമോൺസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹോർമോണാണ് ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ HCG എന്ന് പറയുന്ന ഹോർമോൺ. ഈ HCG എന്ന് പറയുന്ന ഹോർമോണാണ് ഒരു ലേഡി പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ അത് യൂറിൻ ടെസ്റ്റ് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റുമെന്ന് നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. പ്രഗ്നൻസി ടെസ്റ്റിൽ യൂറിൻ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിയുമ്പോൾ ആ യൂറിനിൽ HCG എന്ന് പറയുന്ന ഹോർമോണിന്റെ പ്രസൻസ് ഉണ്ടോ ഇല്ലേ എന്നാണ് നോക്കുന്നത്. പ്രഗ്നൻസി ടെസ്റ്റിൽ യൂറിൻ ടെസ്റ്റ് നടത്തുമ്പോൾ അവിടെ എന്താണ് അനലൈസ് ചെയ്യുന്നത്, ആ ലേഡിയുടെ യൂറിനിൽ HCG എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടോ. ഹോർമോൺ ഉണ്ടെങ്കിൽ ആ ലേഡി പ്രഗ്നന്റ് ആണ്. കാരണം എന്താണ്, പ്രഗ്നൻസിക്ക് ശേഷം പ്ലാസന്റ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് HCG. അത് കൂടാതെ ഏതൊക്കെ ഹോർമോൺസ് ഉണ്ട്, HPL ഉണ്ട്. എന്താ HPLന്റെ ഫുൾ ഫോം, ഹ്യൂമൻ പ്ലാസന്റൽ ലാക്ടോജൻ. പിന്നെ ഓവറി സെക്രീറ്റ് ചെയ്യുന്ന ഈസ്ട്രോജൻസ് പ്ലാസന്റയും സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോജസ്റ്റോജൻസും സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. In the later phase of pregnancy, a hormone called relaxin is also secreted by the ovary. ഓവറി സെക്രീറ്റ് ചെയ്യുന്ന മറ്റൊരു ഹോർമോണാണ്. നേരത്തെ പറഞ്ഞ ഹോർമോൺസ് ഒക്കെ പ്ലാസന്റ സെക്രീറ്റ് ചെയ്യുന്നതാണ്. ഇത് ഓവറി തന്നെ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് റിലാക്സിൻ. റിലാക്സിൻ എന്ന് പറഞ്ഞ ഹോർമോൺ അത് പ്രഗ്നൻസി ടൈമിൽ ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം യൂട്രസിന്റെ അവസ്ഥ പഴയ രീതിയിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു ഹോർമോണാണ് റിലാക്സിൻ. യൂട്രസിനെ റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോൺ. The later phase of pregnancy, a hormone called relaxin is also secreted by the ovary. During pregnancy, the levels of other hormones like estrogens, progestogens, cortisol, prolactin, thyroxine, etc. are increased several folds in the maternal blood. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് ഫീമെയിൽസിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതിന് എക്സാമ്പിൾസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഈസ്ട്രോജൻസിന്റെ അളവ്, പ്രോജസ്റ്റോജൻസിൻ്റെത്, കോർട്ടിസോളിന്റെ അളവ്, അഡ്രീനൽ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന കോർട്ടിസോളിന്റെ അളവ്, പ്രൊലാക്റ്റിൻ, നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന പ്രൊലാക്റ്റിൻ, തൈറോയിഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന തൈറോക്സിൻ, ഈ ഹോർമോൺസുകളുടെ അളവെല്ലാം നേരത്തെ പ്രഗ്നന്റ് ആകുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാളും അനേകം മടങ്ങ് ബ്ലഡ്, മെറ്റേണൽ ബ്ലഡില്, അമ്മയുടെ ബ്ലഡില് കൂടും. ഈ ഒരു ഹോർമോൺസ് എല്ലാം എന്തിനാവശ്യമാണ്, ഈ ഫീറ്റസിന്റെ കുഞ്ഞിന്റെ വളർച്ചയ്ക്ക്, അതുപോലെ തന്നെ നടക്കുന്ന മെറ്റബോളിക് റിയാക്ഷൻസിൽ പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ, ഇതിനെല്ലാത്തിനും സഹായിക്കാനായിട്ടാണ് ഈ ഹോർമോൺസിന്റെ അളവെല്ലാം കൂടുന്നത്. ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് ദീസ് ഹോർമോൺ ഈസ് എസെൻഷ്യൽ ഫോർ സപ്പോർട്ടിംഗ് ദ ഫീറ്റൽ ഗ്രോത്ത്, metabolic changes in the mother and maintenance of pregnancy. Immediately after implantation, the inner cell mass differentiate into an outer layer called ectoderm and an inner layer called endoderm. എംബ്രിയോണിക് ലെയേഴ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, 3 എംബ്രിയോണിക് ലെയേഴ്സ് ഉണ്ട്, എക്ടോഡേം, എൻഡോഡേം, മീസോഡേം. നമ്മുടെ ഈ ട്രോഫോബ്ലാസ്റ്റ് അറ്റാച്ച്മെന്റിന് സഹായിക്കുന്നു, പ്ലാസന്റ ഫോർമേഷന് സഹായിക്കുന്നു. ഇതിനകത്തുള്ള ഇന്നർ സെൽ മാസ് ആണ് എംബ്രിയോ ആയിട്ട് മാറുന്നത്. അപ്പൊ എംബ്രിയോ ആയിട്ട് മാറുമ്പോൾ അതിന്റെ സ്റ്റേജസില്, ഡിവിഷൻ സ്റ്റേജസില് അടുത്ത് എന്ത് ചെയ്യുന്നു, നേരത്തെ നമ്മൾ മോറുല സ്റ്റേജ് കണ്ടു അല്ലെ, അതുപോലെ തന്നെ ബ്ലാസ്റ്റോസിസ്റ്റ് സ്റ്റേജ് കണ്ടു. അപ്പൊ ബ്ലാസ്റ്റോസിസ്റ്റ് വീണ്ടും ഫർദർ ഡിവൈഡ് ചെയ്തിട്ട് അത് ഈ ഒരു 3 ലെയർ ഓഫ് സെൽസ് ആയിട്ട് മാറും. ആ ലെയേഴ്സിനെ വിളിക്കുന്ന പേരെന്താണ്, ഔട്ടർ ലെയറിനെ എക്ടോഡേം എന്നും, മിഡിൽ ലെയറിനെ മീസോഡേം എന്നും, ഇന്നർ ലെയറിനെ എൻഡോഡേം എന്നും വിളിക്കും. മീസോഡേം സൂൺ അപ്പിയേഴ്സ് ബിറ്റ്വീൻ ദ എക്ടോഡേം ആൻഡ് എൻഡോഡേം. അപ്പൊ ആദ്യം
എക്ടോഡേമും എൻഡോഡേമും ആണ് ആദ്യം ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ അതിനുശേഷമാണ് മീസോഡേം ഡെവലപ്പ് ചെയ്യുന്നത്. എക്ടോഡേം ഔട്ടർ ലെയർ, മീസോഡേം മിഡിൽ ലെയർ ആണ്, എൻഡോഡേം ഇന്നർ ലെയർ ആണ്. These three layers give rise to all tissues or organs in adults. ഈ 3 ലെയർ ഓഫ് ടിഷ്യൂസ് ആണ് മറ്റെല്ലാ ഓർഗൻസുമായിട്ട് മാറുന്നത്. ഈ എക്ടോഡേം ലെയർ പിന്നെ ഡെവലപ്പ് ചെയ്തിട്ടാണ് എക്ടോഡേം ലെയറിൽ നിന്നും ഹെയർ, നെയിൽസ്, സ്കിന്ന്, നെർവസ് സിസ്റ്റം ഇതൊക്കെ ഫോം ചെയ്യുന്നത് എക്ടോഡേം ലെയർ സെൽസിൽ നിന്നാണ്. ബ്രെയിനും അനുബന്ധ ഭാഗങ്ങളും എല്ലാം ഡെവലപ്പ് ചെയ്യുന്നത് എക്ടോഡേമിൽ നിന്നാണ്. മീസോഡേമിൽ നിന്നാണ് സർക്കുലേറ്ററി സിസ്റ്റം, ലങ്സ്, സ്കെലിറ്റൽ സിസ്റ്റം, മസ്കുലാർ സിസ്റ്റം ഒക്കെ ഫോം ചെയ്യുന്നത് മീസോഡേം ലെയറിൽ നിന്നാണ്. എൻഡോഡേം ലെയർ ഡെവലപ്പ് ചെയ്തിട്ടാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം, ലിവർ, പാൻക്രിയാസ്, ലങ്സ് ഇതൊക്കെ ഫോം ചെയ്യുന്നത്. എൻഡോഡേമിൽ നിന്നാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഫോം ചെയ്യുന്നത്. മീസോഡേമിലാണ് പ്രധാനമായിട്ടും സർക്കുലേറ്ററി സിസ്റ്റവും സ്കെലിറ്റൽ സിസ്റ്റം, മസ്കുലാർ സിസ്റ്റം ഒക്കെ ഫോം ചെയ്യുന്നത് മീസോഡേം സെൽസിൽ നിന്നാണ്. എൻഡോഡേം സെൽസിൽ നിന്നാണ് നെർവസ് സിസ്റ്റം ഫോം ചെയ്യുന്നത്. The inner cell mass contains certain cells called stem cells which have the potency to give rise to all the tissues and organs. അപ്പോൾ എല്ലാ ഓർഗൻസും ടിഷ്യൂസുമായിട്ട് മാറാൻ കഴിവുള്ള സെൽസ് ആണ് ഇന്നർ സെൽ മാസിലെ സെൽസ്. നമ്മൾ നേരത്തെ കണ്ടു ബ്ലാസ്റ്റോസിസ്റ്റിലുള്ള ഇന്നർ സെൽ മാസിലെ സെൽസുകൾക്ക് മറ്റൊരു പേര് കൂടെ പറയും സ്റ്റെം സെൽസ് എന്നും വിളിക്കും. ഈ സ്റ്റെം സെൽസിന് വിച്ച് ഹാവ് ദ പൊട്ടൻസി ടു ഗീവ് റൈസ് ടു ഓൾ ദ ടിഷ്യൂസ് ആൻഡ് ഓർഗൻസ്, എല്ലാ ടിഷ്യൂസും ഓർഗൻസുമായിട്ട് മാറാൻ സാധിക്കും. ഇനി എന്തൊക്കെയാണ് മേജർ ഫീച്ചേഴ്സ് ഓഫ് എംബ്രിയോണിക് ഡെവലപ്മെന്റ് അറ്റ് വേരിയസ് മന്ത്സ് ഓഫ് പ്രഗ്നൻസി? പ്രഗ്നൻസി എന്ന് പറയുന്നത് നമുക്കറിയാം 9 months അല്ലെ, 9 മാസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ ആ ഒരു പ്രോസസ്സിൽ എന്തൊക്കെയാണ് നടക്കുന്ന മേജർ ഫീച്ചേഴ്സ്, എന്തൊക്കെ മേജർ ഡെവലപ്മെന്റൽ ഫീച്ചേഴ്സ് എന്ന് നോക്കാം. അപ്പൊ അതിനു മുമ്പ് ഒരു ചോദ്യം, ഡു യു നോ ഫോർ ഹൗ മെനി മന്ത്സ് പ്രഗ്നൻസി ലാസ്റ്റ് ഇൻ ഡോഗ്സ്, എലിഫന്റ്സ്, കാറ്റ്സ്? ഇപ്പൊ മനുഷ്യന്റെ കാര്യത്തിൽ പറഞ്ഞു 9 മാസമാണ് പ്രഗ്നൻസി ടൈം എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അതുപോലെ തന്നെയാണോ എല്ലാ ജീവികളിലും? അറിയാവോ, ഡോഗ്സില് നോക്കൂ വെറും 58 to 68 ഡേയ്സ് മാത്രമേ ഉള്ളൂ ഡോഗ്സിന്റെ പ്രഗ്നൻസി പീരീഡ്. 58 to 68 ഡേയ്സ് മാത്രമേ ഉള്ളൂ. എന്നാൽ എലിഫന്റ്സിനെ സംബന്ധിച്ചാണെങ്കിൽ ലോങ്ങസ്റ്റ് പ്രഗ്നൻസി പീരീഡാണ് 18 to 22 months ആണ്. എന്ന് പറയുമ്പോൾ ഏകദേശം 1.5 വർഷത്തിലധികമാണ് എലിഫന്റിന്റെ പ്രഗ്നൻസി പീരീഡ്. എന്നാൽ കാറ്റിനാണെങ്കിലോ സെയിം, ഡോഗിനെ പോലെ തന്നെ 58 to 67 ഡേയ്സ് മാത്രമേ കാറ്റിനുള്ളൂ. മനുഷ്യരെ സംബന്ധിച്ച് എത്രയാണ്? 9 months ആണ് ഹ്യൂമൻ പ്രഗ്നൻസി പീരീഡ്. In human beings, after 1 month of pregnancy, the embryo's heart is formed. ഹാർട്ട് ഡെവലപ്പ് ചെയ്യും. 1 മാസം കഴിയുമ്പോൾ, 1 മാസത്തെ സമയം വളർച്ചയാകുമ്പോഴത്തേക്കും ഹാർട്ട് ഡെവലപ്മെന്റ് നടക്കും. ആ സമയത്ത് ഒരു സ്റ്റെതസ്കോപ്പ് വെച്ച് നമുക്ക് നോക്കിയാൽ ഹാർട്ട് ബീറ്റ് അറിയാൻ സാധിക്കും. The first sign of growing fetus may be noticed by listening to the heart sound carefully through the stethoscope. സ്റ്റെതസ്കോപ്പ് വെച്ച് വയറ്റില് കെയർഫുള്ളി എക്സാമിൻ ചെയ്താൽ ഹാർട്ട് ബീറ്റ് അറിയാൻ സാധിക്കും. By the end of the 2nd month of pregnancy, the fetus develops limbs and digits. 2 മാസമൊക്കെ കഴിയുമ്പോൾ ലിംസും ഡിജിറ്റ്സും ഒക്കെ ഫോം ചെയ്യും. കൈ, കാലുകൾ ഫോം ചെയ്യും, വിരലുകൾ ഫോം ചെയ്യും 2 മാസം കഴിയുമ്പോഴത്തേക്കും. By the end of 12 weeks or first trimester, 12 ആഴ്ച, നമ്മൾ പ്രഗ്നൻസി പീരീഡിനെ 3 സെക്ഷനായിട്ട് തിരിക്കും. ആദ്യത്തെ 3 മാസത്തിന് ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്നും, അടുത്ത രണ്ടാമത്തെ 3 മാസം സെക്കൻഡ് ട്രൈമസ്റ്റർ എന്നും, മൂന്നാമത്തതിന് തേർഡ് ട്രൈമസ്റ്റർ എന്നും തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുമ്പോൾ ആദ്യത്തെ 3 മാസം. 3 മാസം കഴിയുമ്പോൾ മോസ്റ്റ് ഓഫ് ദ മേജർ ഓർഗൻ സിസ്റ്റംസ് ആർ ഫോംഡ്. 3 മാസത്തെ ഒരു വളർച്ച എത്തുമ്പോഴത്തേക്കും മിക്കവാറും എല്ലാ ഓർഗൻ സിസ്റ്റവും ഡെവലപ്പ് ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ടാവും. ബ്രെയിനും നെർവസ് സിസ്റ്റവും എൻഡോക്രൈൻ സിസ്റ്റവും ഡൈജസ്റ്റീവ് സിസ്റ്റവും
സർക്കുലേറ്ററി സിസ്റ്റം അങ്ങനെ പറയുന്ന മോസ്റ്റ് ഓഫ് ദ മേജർ ഓർഗൻ സിസ്റ്റംസ് ആർ ഫോംഡ്. ഫോർ എക്സാമ്പിൾ, ദ ലിംസ് ആൻഡ് എക്സ്റ്റേണൽ ജെനൈറ്റൽ ഓർഗൻസ് ആർ വെൽ ഡെവലപ്ഡ്. അപ്പൊ ഈ ഒരു സ്റ്റേജിൽ എത്തുമ്പോഴത്തേക്കും എക്സാമിൻ ചെയ്യുകയാണെങ്കിൽ കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് പുറമേ നോക്കിയാൽ തന്നെ അറിയാൻ സാധിക്കും. കാരണം ജെനൈറ്റൽ ഓർഗൻസ് ഡെവലപ്പ് ചെയ്യും. The first movement of the fetus and appearance of hair on the head are usually observed during the 5th month. 5 മാസമൊക്കെ പ്രായമായി കഴിയുമ്പോൾ കുഞ്ഞ് മൂവ് ചെയ്യാൻ ആരംഭിക്കും. കൈയും കാലും ഒക്കെ അനക്കാനും അമ്മയെ ചവിട്ടാനും ഒക്കെ ആരംഭിക്കും. കാലുകൾ കൊണ്ട് യൂട്രസിന്റെ ഭിത്തിയിൽ ചവിട്ടാനും ഒക്കെ ആരംഭിക്കും. The first movement of the fetus and appearance of hair on the head. തലയിൽ ആണ് ആദ്യമായിട്ട് രോമം പ്രത്യക്ഷപ്പെടുന്നത്, വളർച്ചയുണ്ടാകുന്നത്. അപ്പൊ തലയിൽ ചെറിയ രോമങ്ങൾ ഫോം ചെയ്യും. യൂഷ്വലി ഒബ്സർവ്ഡ് ഡ്യൂറിംഗ് ദ 5th month. By the end of about 24 weeks, that is the end of 2nd trimester, അതായത് 6 മാസം കഴിയുമ്പോൾ, the body is covered with fine hair. ശരീരം മൊത്തം ചെറിയ നനുത്ത രോമങ്ങൾ കൊണ്ട് കവർ ചെയ്യും. Eyelids separates. കൺപോളകള് ഇവിടെ സെപ്പറേറ്റ് ചെയ്തിരിക്കും. ആൻഡ് ഐ ലാഷസ് ആർ ഫോംഡ്. കൺപീലികൾ ഫോം ചെയ്യും. ബൈ ദ എൻഡ് ഓഫ് 9 months of pregnancy, the fetus is fully developed and ready for delivery. 9 മാസം പൂർത്തിയാകുമ്പോൾ വളർച്ച പൂർത്തിയാകുകയും എന്ത് ചെയ്യും? ഫീറ്റസ് ഇസ് റെഡി ഫോർ ഡെലിവറി. ഡെലിവറിക്ക് വേണ്ടി, പ്രസവത്തിന് വേണ്ടി കുഞ്ഞ് റെഡിയാവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊരു ചാർട്ടിന്റെ രൂപത്തിലൊന്ന് നോക്കാം. ഫസ്റ്റ് മന്തില് കാണാവുന്ന ഒബ്സർവേഷൻ എന്താണ്? ഫീച്ചർ എന്താണ്? ഹാർട്ട് സൗണ്ട് നോട്ടീസ്ഡ് യൂസിങ് സ്റ്റെതസ്കോപ്പ്. സെക്കൻഡ് മന്ത് ഡെവലപ്സ് ലിംസ് ആൻഡ് ഡിജിറ്റ്സ്. തേർഡ് മന്ത് ഓർ 12 വീക്സ് അല്ലെങ്കിൽ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ major organ systems are formed. 5th month, first movement of the fetus and appearance of hair on the head. 6th month or 24 weeks, അല്ലെങ്കിൽ second trimester, body is covered with fine hair, eyelids separate and eyelashes are formed. 9th month, fetus is fully developed. അടുത്ത ടോപ്പിക്കായ പാർച്ചുറിഷൻ ആൻഡ് ലാക്ടേഷൻ നോക്കാം. ഫസ്റ്റില് പാർച്ചുറിഷൻ, പ്രസവം എന്ന് പറയുന്ന പ്രോസസ്, ഡെലിവറി എന്ന് പറയുന്ന പ്രോസസ്. The average duration of human pregnancy is about 9 months, which is called the gestation period. നേരത്തെ മനസ്സിലാക്കി അല്ലെ? gestation period എന്നാണ് ഇതിനെ പറയുക. എത്ര മാസമാണ്? 9 months ആണ് gestation period. 9 മാസം കൊണ്ട് കുഞ്ഞൊരു പൂർണ്ണ വളർച്ചയിലേക്ക് എത്തുന്നു. പൂർണ്ണ വളർച്ച എത്തിക്കഴിഞ്ഞാൽ വിഗറസ് കോൺട്രാക്ഷൻ ഓഫ് ദ യൂട്രസ് അറ്റ് ദ എൻഡ് ഓഫ് ദ പ്രഗ്നൻസി കോസസ് എക്സ്പെൽഷൻ ഓർ ഡെലിവറി ഓഫ് ദ ഫീറ്റസ്. ഇപ്പോൾ കുഞ്ഞിന്റെ വളർച്ച പൂർത്തിയായി കഴിഞ്ഞാൽ യൂട്രസ് കോൺട്രാക്ട് ചെയ്യാൻ ആരംഭിക്കും. കുഞ്ഞിനെ പുറത്തേക്ക് പിന്നെ കൊണ്ടുവരാനുള്ള ശ്രമമാണ്. ദ പ്രോസസ് ഓഫ് ഡെലിവറി ഓഫ് ദ ഫീറ്റസ് ഈസ് കാൾഡ് പാർച്ചുറിഷൻ. അതിനെ വിളിക്കുന്ന പേരാണ് പാർച്ചുറിഷൻ. കുഞ്ഞ് പുറത്തേക്ക് വരുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പാർച്ചുറിഷൻ. The signals for parturition originate from the fully developed fetus and the placenta, which induce mild uterine contractions called fetal ejection reflex. ആദ്യം ഈ ഒരു കോൺട്രാക്ഷൻ അല്ലെങ്കിൽ ഇതിന്റെ ഒരു റിഫ്ലക്സ് ഒറിജിനേറ്റ് ചെയ്യുന്നത് ഫീറ്റസിൽ നിന്ന് തന്നെ, ഫീറ്റസും പ്ലാസന്റയിൽ നിന്നാണ്. ആ ഫീറ്റസും പ്ലാസന്റയും ആദ്യം ഇതിന്റെ ഒരു സിഗ്നൽ കൊടുക്കും. ആ സിഗ്നലിനെ വിളിക്കുന്ന പേരാണ് ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ് എന്നാണ് വിളിക്കുക. ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ്. അപ്പൊ ഈ ഒരു റിഫ്ലക്സ് കിട്ടിയാൽ ദിസ് ട്രിഗേഴ്സ് റിലീസ് ഓഫ് ഓക്സിറ്റോസിൻ ഫ്രം ദ മെറ്റേണൽ പിറ്റ്യൂട്ടറി. മദറിന്റെ, അമ്മയുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നും എന്ത് ചെയ്യും? ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യും. നമുക്കറിയാം ഹൈപ്പോതലാമസ് സെക്രീറ്റ് ചെയ്യുകയും പിറ്റ്യൂട്ടറി സംഭരിക്കുകയും ചെയ്യുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ. അത് ഡെലിവറിക്ക് സഹായിക്കുന്ന ഹോർമോൺ ആണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ ഈ ഒരു ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ് ഫീറ്റസിൽ നിന്നും പ്ലാസന്റയിൽ നിന്നും ഉണ്ടാകുമ്പോൾ ഉടൻ തന്നെ എന്ത് ചെയ്യും? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഓക്സിറ്റോസിൻ ഹോർമോൺ റിലീസ് ചെയ്യാൻ ആരംഭിക്കും.
ഈ ഓക്സിറ്റോക്സിൻ എവിടെ വന്ന് ആക്ട് ചെയ്യും? യൂട്രൈൻ മസിൽസിൽ, എക്സ്പെഷ്യലി മയോമെട്രിയത്തിൽ വന്ന് ആക്ട് ചെയ്യും. ആൻഡ് കോസസ് സ്ട്രോങ്ങർ യൂട്രൈൻ കോൺട്രാക്ഷൻ. അപ്പം കുറച്ചുകൂടെ എന്ത് ചെയ്യും? കോൺട്രാക്ഷൻ നടക്കും. ഇപ്പൊ ഡെലിവറി പെയിൻ എന്ന് പറയുന്നത്, ഒരു പെയിൻ ഉണ്ടാക്കുന്നത് ഈ ഒരു ഓക്സിറ്റോസിൻ ഹോർമോണാണ്. അപ്പൊ ആദ്യം ചെറിയ രീതിയിൽ ഒരു പെയിൻ ഉണ്ടാകും. അത് ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സിന്റെ ഫലമായിട്ട് ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്താണ്. ചെറുതായിട്ടൊരു കോൺട്രാക്ഷൻ ഉണ്ടാകും. പിന്നെ കുറെ സമയം കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത കോൺട്രാക്ഷൻ ഉണ്ടാകുന്നത്. അങ്ങനെ കുറച്ച് ഗ്യാപ്പ് കഴിയുമ്പോൾ എന്ത് ചെയ്യും? സ്ട്രോങ് ആയിട്ടുള്ള കോൺട്രാക്ഷൻസ് വരും. ഇപ്പൊ ഹെവി ആയിട്ടുള്ള കോൺട്രാക്ഷൻസ് നടക്കുമ്പോൾ കൂടുതൽ ഓക്സിറ്റോസിൻ സെക്രീഷൻ ആരംഭിക്കും. ഓക്സിറ്റോസിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് യൂട്രൈൻ കോൺട്രാക്ഷൻ കൂടിക്കൊണ്ടിരിക്കും. എന്താണ്? ഡെലിവറി പെയിനും കൂടിക്കൊണ്ടിരിക്കും. വാട്ട് ഡു യു തിങ്ക് ദ ഡോക്ടേഴ്സ് ഇൻജെക്ട് ടു ഇൻഡ്യൂസ് ഡെലിവറി? ഇപ്പൊ നോർമലായിട്ട് ഒരു യൂട്രൈൻ കോൺട്രാക്ഷൻ നടക്കുന്നില്ല. 9 months ഓഫ് പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞു, ഡെലിവറിക്കുള്ള ടൈമായി, പക്ഷേ ഡെലിവറി പെയിൻ ഉണ്ടാകുന്നില്ല. അങ്ങനെയുള്ള ലേഡീസിന് ഡോക്ടേഴ്സ് ഒരു ഇഞ്ചക്ഷൻ കൊടുക്കും. അതെന്ത് ഇഞ്ചക്ഷൻ ആയിരിക്കും? യെസ്, ഷുവർ, ഇറ്റ് ഈസ് ഓക്സിറ്റോസിൻ ഇഞ്ചക്ഷൻ അല്ലേ? ഓക്സിറ്റോസിൻ ആണ് ഡെലിവറി പെയിൻ ഉണ്ടാക്കുന്ന ഹോർമോൺ. അപ്പൊ ഡെലിവറി പെയിൻ ഉണ്ടാകുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ യൂട്രസിന്റെ മസിൽസ് ആവശ്യത്തിന് കോൺട്രാക്ട് ചെയ്യുന്നില്ലെങ്കിൽ, ഡോക്ടേഴ്സ് കൊടുക്കുന്ന ഇഞ്ചക്ഷൻ ആണ് ഓക്സിറ്റോസിൻ ഇഞ്ചക്ഷൻ. പാർച്ചുറേഷൻ പ്രോസസ്സിൽ the stimulatory reflex between the uterine contraction and oxytocin secretion continues, resulting in stronger and stronger contractions. ഈ ഒരു ഓക്സിറ്റോസിന്റെ പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ച് മയോമെട്രിയത്തിന്റെ കോൺട്രാക്ഷന്റെ ആ ഒരു റേറ്റും കൂടിക്കൂടി വരും. അതിനനുസരിച്ച് എന്ത് ചെയ്യും? യൂട്രസ് കോൺട്രാക്ട് ചെയ്തിട്ട് കുഞ്ഞ് പുറത്തേക്ക് വരും. അപ്പൊ കുഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ ആദ്യം തലയാണ് കുഞ്ഞിന്റെ പുറത്തേക്ക് വരുന്നത്, പിന്നെയാണ് ബാക്കി ഭാഗങ്ങൾ പുറത്തേക്ക് വരുന്നത്. അപ്പൊ തല പുറത്തേക്ക് വരുമ്പോൾ ഡോക്ടേഴ്സ് എന്ത് ചെയ്യും? ഈ തലയിൽ പിടിച്ചിട്ട് കുഞ്ഞിനെ വലിച്ചെടുക്കുക ചെയ്യുക. This leads to expulsion of the baby out of the uterus through the birth canal. That is known as the parturition. അപ്പൊ ആ ഒരു സ്ട്രോങ്ങർ കോൺട്രാക്ഷന്റെ ഫലമായിട്ട് ഈ കുഞ്ഞ് യൂട്രസിൽ നിന്നും ഈ ഒരു സെർവൈക്കൽ കനാൽ വഴി, ബർത്ത് കനാൽ നേരത്തെ നമ്മൾ പഠിച്ചു അല്ലെ, സെർവിക്സും യൂട്രസും സെർവിക്സും വജൈനയും കൂടെ ചേരുമ്പോൾ വരുന്നതാണ് ബർത്ത് കനാൽ. ബർത്ത് കനാൽ വഴി എന്ത് ചെയ്യും? കുഞ്ഞിന് പുറത്തേക്ക് പോരും. Soon after the infant is delivered, the placenta is also expelled out of the uterus. അപ്പോൾ കുഞ്ഞ് പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ ഈ പ്ലാസന്റയും പൊക്കിൾ കൊടിയുടെ ബാക്കി ഭാഗവും, അപ്പൊ കുഞ്ഞിന് പുറത്തേക്ക് വരുമ്പോഴത്തേക്കും ഡോക്ടേഴ്സ് എന്ത് ചെയ്യും? പൊക്കിൾ കൊടി ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കുഞ്ഞിനെ എടുക്കും. കുറച്ച് സമയം കഴിയുമ്പോൾ വീണ്ടും ഒരു കോൺട്രാക്ഷൻ സംഭവിച്ചിട്ട് ഈ പ്ലാസന്റയും പൊക്കിൾ കൊടിയുടെ ബാക്കി ഭാഗവും എല്ലാം പുറത്തേക്ക് പോരും. അതിനെയാണ് നമ്മൾ മറുപിള്ള എന്നുള്ള പേരൊക്കെ പറയാറുണ്ട്. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ലാക്ടേഷൻ അല്ലെ. കുഞ്ഞ് ജന്മം കൊണ്ടു കഴിഞ്ഞാൽ കുഞ്ഞിന് മുലപ്പാല് കൊടുത്ത് കുഞ്ഞിനെ വളർത്തുക എന്നുള്ളത്, ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ലാക്ടേഷൻ. The mammary glands of the female undergo differentiation during pregnancy and starts producing milk towards the end of pregnancy by the process called lactation. അപ്പോൾ ആ ഒരു പ്രഗ്നൻസി പീരീഡിൽ തന്നെ അമ്മയുടെ മാമറി ഗ്ലാൻഡിൽ എന്ത് ചെയ്യും? മിൽക്ക് പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളും ആരംഭിച്ചിരിക്കും. ഇതിനകത്തുള്ള ആൽവിയോളൈ സെൽസ് ഒക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് റെഡിയാകും. Breastfeeding during the initial period of infant growth is recommended by doctors for bringing up a healthy baby. Why? ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ എല്ലാവരും അല്ലെ, നമുക്കെല്ലാവർക്കും ഇപ്പം അറിയാവുന്ന കാര്യം തന്നെയാണ്. കുഞ്ഞിന്റെ വളർച്ചയ്ക്ക്, കുഞ്ഞിന്റെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക്, രോഗപ്രതിരോധ ശക്തിക്ക് എന്ത് അത്യാവശ്യമാണ്? മുലപ്പാല് അത്യാവശ്യമാണ്. കുഞ്ഞിന് പാല് കൊടുത്ത് തന്നെ വളർത്തണം അല്ലെ. അതിന് കാരണം എന്താ? പ്രധാനപ്പെട്ട കാരണം ഈ ഡെലിവറി കഴിഞ്ഞിട്ട് വരുന്ന ഇനിഷ്യൽ പീരീഡില് ഉള്ള മിൽക്കില് കൊളസ്ട്രം എന്ന് പറയുന്ന എന്നാണ് ആ മിൽക്കിനെ വിളിക്കുക. ആ മിൽക്കില് സെവറൽ ആന്റിബോഡീസ് അബ്സല്യൂട്ട്ലി എസെൻഷ്യൽ ടു ഡെവലപ്പ് ഇമ്മ്യൂൺ റെസിസ്റ്റൻസ് ഫോർ ദ ന്യൂ ബോൺ ബേബീസ്. അപ്പോ ജന്മം കൊള്ളുന്ന കുഞ്ഞിന് രോഗപ്രതിരോധ ശക്തി കിട്ടാൻ ആവശ്യമായിട്ടുള്ള ഒരുപാട് ആന്റിബോഡീസ്, കെമിക്കൽസ്
ഈ കൊളസ്ട്രം എന്ന് പറയുന്ന ഫ്ലൂയിഡിലുണ്ട്. അതുകൊണ്ടാണ് കുഞ്ഞിന് എന്ത് കൊടുക്കണമെന്ന് പറയുന്നത്. ഈ ഡെലിവറി കഴിഞ്ഞാൽ കുഞ്ഞിന് എന്ത് തന്നെ അമ്മയുടെ പാല് തന്നെ ഒരു 5-6 മാസം തീർച്ചയായിട്ടും കുഞ്ഞിനെ വളർത്തേണ്ടത് എന്ത് കൊടുത്താണ്? അമ്മയുടെ മറ്റ് ഫുഡൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അമ്മയുടെ പാല് തന്നെയാണ് കുഞ്ഞിന്റെ ഏറ്റവും ഹെൽത്തി ഫുഡ് എന്ന് പറയുന്നത്. ഇപ്പം മിൽക്ക് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിംഗ് ദ ഇനിഷ്യൽ ഫ്യൂ ഡേയ്സ് ഓഫ് ലാക്ടേഷൻ ഈസ് കാൾഡ് കൊളസ്ട്രം. ഇപ്പൊ ഈ പേര് മറക്കണ്ട, കൊളസ്ട്രം, which contains several antibodies absolutely essential to develop immune resistance for the newborn babies. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന ചാപ്റ്ററിൽ പഠിക്കുവാനുള്ളത്. For video lessons, please subscribe TLP's biology classes. Thank you.